അപ്പം എങ്ങനെ വന്നോണ്ട് ഈ ജേർണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ലാംഗ്വേജ് പ്രോബ്ലം വന്നപ്പോൾ ഇത് മതി എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ലിറിക്സിന്റെ മറന്നു പോകുന്ന ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ചിന്തിച്ചോ എന്തായിരുന്നു എന്നുള്ളത്? മതിന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മള് വേറൊരു ലിസ്റ്റിൽ വന്നതാണ്. നമ്മള് അവിടെ പോയിട്ട് ഒരിക്കലും ഫൈനൽ അടിക്കണം എന്നൊന്നും പ്രതീക്ഷയില്ല. അവിടെ കൊടുക്കും അത് പറയാൻ പാടില്ല. അവിടെ ഫൈനൽ അടിക്കണം എന്നുള്ളൊരു ഇതൊന്നും അല്ല പോയത്, കപ്പടിക്കണം എന്നുള്ള. അവിടെ പോവാ പാടാ. നമ്മൾ കേരളത്തിൽ നടത്തിയ തെറ്റുകളൊക്കെ ഇവിടെ തിരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കറക്റ്റ് വേർഡ്. അല്ല തിരുത്തും എന്നുള്ളതല്ല. നമുക്ക് അവിടെയും പറയാൻ പറ്റില്ല. ഇപ്പൊ ലിറിക്സ് ഒക്കെ ഇവിടെയും വിട്ടുപോയിട്ടുണ്ട്. വേണ്ട എന്നുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞ. അവിടെ ഇപ്പോ തെറ്റ് പറ്റുമ്പോൾ ഇപ്പൊ മറ്റേ ഒരു പാട്ടിന്റെ ലിറിക്സ് സെന്തമിഴ്നാട് തമിഴ് പറഞ്ഞ ആ പാട്ടിലെ ലിറിക്സ് പേടിയായിരുന്നു. അങ്ങനെ ഒന്നാമത് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലൂസായിട്ട് ഇരിക്കുകയായിരുന്നു ബോഡി മൊത്തം. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ നമ്മൾ വരി പഠിക്കാൻ ഒട്ടും പറ്റണില്ല. 4 വർഷം ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ 3 ദിവസം ഹോസ്പിറ്റലിൽ, പിന്നെ എങ്ങനെ ലിറിക്സ് ഒക്കെ പഠിക്കാൻ പറ്റും? ഷൂട്ടിൻ്റെ അന്നൊന്നും പാടാം. അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയാ? അപ്പൊ പാട്ടിന് ലിറിക്സ് വരുമ്പോൾ തെറ്റുമ്പോൾ ഓക്കെ അടുത്ത പ്രാവശ്യം കാണിക്കാം, അടുത്ത പ്രാവശ്യം. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം പാടുമ്പോൾ ഗോൾഡൻ കിട്ടുകയും ചെയ്യും. അതാണ് ഒരു എപ്പോഴൊക്കെ ലിറിക്സ് മറന്നിട്ടുണ്ടോ അതിനടുത്ത പാട്ടുകൾ നല്ല രീതിയിൽ പാടാൻ പറ്റും. ഇപ്പൊ മറ്റേ സെന്തമിഴ്നാട്ടിൽ നമ്മളിത് പോയപ്പോഴാണ് എനിക്ക് ഇതിൽ കിട്ടിയത്. തീയാകെ തോണ്ടി എന്ന് പറഞ്ഞിട്ട് അല്ല, അതിന് മുമ്പത്തെയാണോ? ഒരു എപ്പിസോഡ് ഫുള്ളിരുന്ന് കണ്ടിട്ടില്ല. നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഡൗട്ട് എനിക്കും അറിയൂല. ഞാൻ തന്നെ കണ്ടിട്ടില്ല എപ്പിസോഡുകൾ സത്യമായിട്ടും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടല്ലാണ്ട് ഞാൻ നീ വരാൻ ലേറ്റ് ആയപ്പോ ബോർ അടിച്ച് ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. സോറി. അല്ലാതെ ഞാൻ പാട്ടൊന്നും നോക്കില്ല. ശരി, എന്തായാലും ഓക്കെ. അല്ല, അതിനുശേഷമുള്ള പെർഫോമൻസുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ വാശി കയറും കുറച്ച് കാണിച്ചാലടാ ഞാനെന്ത്. നമുക്ക് എല്ലാവരോടും ദേഷ്യം എന്ന് വെച്ചാൽ അങ്ങനല്ല. പാട്ട് കാണുക എങ്ങനെ പാടാൻ പോണെന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡില് വരുമ്പോള് പാടാനായിട്ട് പറ്റും. ഈ ലേറ്റ് ആകുന്നതിന്റെ കാര്യം എന്താ? ഞാൻ പ്രോഗ്രാമിൽ കണ്ടു 6 മണിക്ക് വരാൻ പറഞ്ഞ 7 മണിക്ക് വരും എന്നുള്ളൊരു നല്ലൊരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് ലേറ്റ് ആണെന്ന് വെച്ചാൽ 11 മണിക്ക് വരാൻ പറഞ്ഞപ്പോ 3 മണിക്കാണ് കുട്ടി എത്തിയത്. ഭയങ്കര കൃത്യനിഷ്ഠത. സാധിക്കുന്നത് അത് എങ്ങനെ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഇങ്ങടെ എറണാകുളത്തേക്ക് വന്നതിന് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യത്തിനായിട്ട് ഇപ്പൊ ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പറയണു. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല. അതായത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അതിലെന്തൊക്കെയാണ് നടക്കേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് വരണം എന്നുള്ള പ്ലാൻ ചെയ്യും, പക്ഷെ ഇങ്ങോട്ട് വരാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ള പ്ലാൻ ചെയ്യില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടേക്ക് വരാനായിട്ട് ഇപ്പൊ ചേച്ചിനെ കാണണം, ഇപ്പൊ ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരണം, അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ ചേച്ചിയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ അവിടെ ചേച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് പാട്ട് വരണ്ട, എനിക്ക് ചിരി വരാ, ചുമ വരാ, ഇടി വെട്ടാ, ചേച്ചിയുടെ തൊണ്ടാ പോവാ, വെള്ളി വീഴാ. അങ്ങനെ എന്നിട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ചേച്ചി വിളിച്ചത്. എന്നിട്ട് അവിടെ തന്നെ അപ്പൊ തന്നെ ഒരു ഏതൊക്കെയോ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ടാണ് ഈ ഊബർ ബുക്ക് ചെയ്തിട്ട് വരണ്ടേ. ഭയങ്കര കഷ്ടം. പൊതുവെ ഫ്ലോറിലൊക്കെ പോകുമ്പോ എങ്ങനെ ലേറ്റ് ആയ ഷോനെ ബാധിക്കില്ലേ? ഉറങ്ങും. പ്രാക്ടീസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഷോ ഉണ്ടെന്നുള്ളൊരു സത്യം. അതിന്റെ പേരിൽ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലേ? ഒട്ടും കേൾക്കണ്ട. നമ്മളിങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല, അതില് ബ്ലാക്ക് ലിസ്റ്റിന്റെ കോളം ഉണ്ടാവില്ല. കോളത്തിൽ നമ്മൾ ടിക്കറ്റ് അല്ലേ വെക്കുക. അവിടെ ഇങ്ങനെ എന്റെ ഒരു കോളത്തിൽ ഫുള്ളായിട്ട് കറുപ്പായി, ഇനി അടുത്ത കോളത്തിൽ അവര് വരച്ചോണ്ടിരിക്കണം. അത്ര ബ്ലാക്ക് ലിസ്റ്റ്. വേറൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ലേറ്റ് ആവാ. ഉറക്കത്തിന് എനിക്കാൻ തോന്നൂല. ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഉറക്കൊക്കെ പോയി. ഉറക്കൊക്കെ എപ്പോഴും ഉറങ്ങണേന്ന് മനസ്സിലാവണ്ടേ. ഇപ്പൊ ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോ. അങ്ങനത്തെ അന്നെ ഉറക്കം ഒന്നും ഇല്ല. പാട്ട് പഠിക്കുക. ഇപ്പൊ ഇന്നലെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര നേരമായിട്ട്. അത്ര സത്യം. ഇവ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോ. അത്രയും അങ്ങനെ ഉറക്കല്ലേ. നമുക്ക് ഈ ഉറക്കക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ട് പാടിയാലോ? അടിപൊളി പാട്ടാ? അടിച്ചുപൊളി പാട്ടാ. അമ്മ പാടി വൈറലായ ആ പാട്ട് തന്നെ പാടിയാലോ? എനിക്ക് ആ പാട്ട് അറിയില്ല, സത്യം പറഞ്ഞറിയില്ല. ഞാൻ മൊബൈലുണ്ടല്ലോ, കോറസ് തന്നെ നോക്കിട്ട് അമ്മ പാവം എന്തൊക്കെയോ പാടിയിട്ട് നമ്മ പിന്നെ എല്ലാവർക്കും എന്താ പറയാ പൊക്കി കൊണ്ടുവരുന്നതിനനുസരിച്ച് തന്നെ താഴ്ത്തുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ല
അമ്മയുടെ പാട്ട് പാടി വൈറലായതിനു ശേഷം അമ്മയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ കിട്ടി തുടങ്ങി. നല്ലോണം. പക്ഷെ ആൾക്ക് ബാങ്കിൽ ജോലി സ്ഥിരമായി, റൂറൽ ബാങ്കിൽ വർക്ക് ചെയ്യണാണ്. അപ്പൊ പിന്നെ അവിടുന്ന് ജോലി ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ജോലിക്ക് അത് ബാധിക്കും. അപ്പൊ പിന്നെ പ്രോഗ്രാമൊക്കെ കുറവാണ്. പ്രോഗ്രാം ചെയ്തിട്ട് എന്തിനാ ഏതെങ്കിലും ആൾക്കാര് വീഡിയോ എടുത്തിട്ടിട്ട് അതിന് പിന്നെ കമന്റ്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇരുന്ന് എല്ലാം നോക്കും. എനിക്ക് കുഴപ്പമില്ല, എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നെ എന്ത് പറഞ്ഞാലും. പക്ഷെ അമ്മനൊക്കെ പറയുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് എന്ത് കമന്റ്സാ വരുന്നത്? കമന്റ്സ് ഞാൻ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറെ. അത് പറയാൻ പാടില്ല ഇവിടെ ശരിക്കും പറയാം. അങ്ങനത്തെ കുറെ കമന്റ്സുകളൊക്കെയാ. ഇതാരാ? അയ്യോ സോറി. ഇങ്ങനെ എന്താ ബോറായി അതിങ്ങനെ എന്താ നമ്മളിങ്ങനെ ഈ ഇന്റർവ്യൂ ആയതുകൊണ്ട് ഒരു നല്ലൊരു വീഡിയോയിൽ വന്നിരിക്കണോണ്ട് ആ വാക്കുകൾ പറയാൻ പാടില്ലല്ലോ. ഞാനായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാനായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടോളാം യൂട്യൂബിൽ. പക്ഷെ ഇത് ഇന്റർവ്യൂ വരുമ്പോൾ പറയാൻ പാടില്ലല്ലോ. അങ്ങനത്തെ കുറച്ച് മോശമായിട്ടുള്ളത് വന്നിട്ടുണ്ട്. എന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ. അത് കമന്റ് ഇടണ ഒരു പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരിങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് തന്നെ കുറെ കണ്ട ബോറടിക്കില്ലേ. പിന്നെ നമ്മൾ എന്ത് സിറ്റുവേഷനിൽ ഇരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ കമന്റ് വരുമ്പോൾ നമ്മൾ കമന്റ് ഇട്ട് പോവും. അതവരെ പക്ഷെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്ര നീളത്തിലൊക്കെ ആൾക്കാർ കമന്റ് ഇടണാണ്. എന്തിനാണ് ചേട്ടൻ കമന്റ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ വെച്ചാൽ കമന്റുകൾ കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഈ അടുത്ത് തന്നെ വീഡിയോ എടുത്ത് ഇടണം അവരെ കുറിച്ച്. അവരെ നമുക്കും വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. അത് വീഡിയോയിൽ ഇടുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇതായിരിക്കും നമുക്ക്. കാരണം എന്റെ ചാനൽ ഇടുമ്പോൾ എനിക്ക് എന്തുകൊണ്ടും പറയാലോ. നമ്മളിങ്ങനെ ചീത്ത പറയാനും കുഴപ്പമില്ല. ഇതൊരു ഇന്റർവ്യൂല് വന്നിട്ട് നമ്മള് അങ്ങനത്തെ രീതിയിൽ ഇതിലിരിക്കാനും പാടില്ലല്ലോ. അതില് എന്താ പറയാ, ഇത് വേറൊരു പാട്ടില്ലേ തള്ളക്ക് തള്ള ഇത് അമ്മനെ ഇങ്ങനെ ഓക്കെ അമ്മ ഓക്കെ 47 വയസ്സുണ്ട്. ഈ കമന്റ് ഇടണവർക്ക് വല്ല പണി ഉണ്ടാവും. പണി ഉണ്ടായാലും ചെയ്യാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരുന്ന് കമന്റ് ഇടണത്. എന്താ പറയാ, അവരിന്ന് എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കമന്റ് ഇട്ടോട്ട് കുഴപ്പമില്ല. കമന്റ് ഇട്ട് എൻജോയ് ചെയ്തോട്ടെ. എന്ത് ചെയ്യാൻ പറ്റും അതില്? എത്ര 100 റിപ്ലൈ കൊടുക്കുക, 1000 വന്ന് എന്ത് ചെയ്യും? വേറൊരു പണിയില്ല, നമുക്ക് ഉറങ്ങൊന്നും വേണ്ട, കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും ഫുള്ള് ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഫേസ്ബുക്കാണ് പിന്നെ പറയാൻ വേണ്ട. അമ്മാവന്മാര് പിന്നെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഇതിന്. അയ്യോ മുഖം കണ്ട മറ്റേ ഇങ്ങനെ സൈഡിൽ മറ്റേ തത്ത പറന്നോണ ഈ മോജിന്റെ ഇതിലൊക്കെ ആയിട്ട് അമ്മാവന്റെ ഫോട്ടോ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിരുന്നിട്ട് ജോ സർക്കിളാണ് കാണാം. ഇങ്ങനെ ഇവിടെ നിന്ന് ക്യാമറ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള കുറെ അമ്മാവന്മാരെ ഇതിന്ന് കമന്റ് വരുന്നതാണ്. അവരിന്ന് കാണുകയും ചെയ്തിരുന്നിട്ട് വയസ്സായില്ലേ, കുഴിക്ക് കാല് നീട്ടി വെച്ചിരിക്കല്ലേ, എന്തിനാണ് ഈ വയസ്സ് അങ്ങനത്തെ ആൾക്കാരെ പ്രാക്കുവാൻ ചെയ്തിട്ടുണ്ട്. കുടുംബം നോക്ക്. കുടുംബം നോക്കണില്ല, അത് മനസ്സിലാവുന്നുണ്ട് കമന്റ് ഇടുമ്പോൾ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കും.